നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു എബ്രായ ലേഖനത്തിൽ ഒത്തിരി വാണിങ്ങുകളുണ്ട്, മുന്നറിയിപ്പുകളുണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടാണ് വന്നത്. 2-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് കണ്ടു, 3-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് കണ്ടു. നമുക്കറിയാം, ഈ മുന്നറിയിപ്പുകൾ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില വാണിങ്സ് വളരെ രസകരം. നമ്മൾ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ മുന്നറിയിപ്പുകൾ, ഇപ്പം നമുക്കറിയാം നോർമൽ വാണിങ്സ് ഉണ്ട്, ഹംപ് ഹെഡ്, അല്ലെങ്കിൽ റൈറ്റ് ടേൺ, ലെഫ്റ്റ് ടേൺ, വൺ വേ എന്നൊക്കെ കാണാറുണ്ട്. വളരെ രസകരമായ ഈ ഇതുപോലെ സൈൻസും അതുപോലെ തന്നെ വാണിങ്സും നമുക്ക് റോഡിൽ കാണാറുണ്ട്. ഇപ്പം ചിലടത്ത് കാണും, അത് വളരെ റെയറായിട്ട് മെൻ അറ്റ് വർക്ക്, ഒരു കോരിയും കൊണ്ട് ഒരാൾ നിൽക്കുന്നൊരു പടം കാണും, മെൻ അറ്റ് വർക്ക് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. പിന്നെ ചില ഫുജറയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ മനോഹരമായിട്ട് ക്യാമല്, ഈ ക്യാമലിൻ്റെ പടം കണ്ടിട്ട് അത് ചിലപ്പോൾ ക്യാമൽ കയറി വരുമെന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ കാണാറുണ്ട്. ചില ഏരിയയിലാണെങ്കിൽ നമുക്ക് റോക്സ് വലി, മലയുടെ അടി കൂടെ പോകാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അതൊക്കെ വളരെ രസകരമായ ചില വാണിങ്സ് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നമ്മൾ ചിലപ്പം കാണാറുണ്ട്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ദൈവവചനത്തിൽ ദൈവാത്മാവ് എബ്രായ ലേഖനത്തിൽ തരുന്ന മുന്നറിയിപ്പും വളരെ ഒരു വിധത്തിൽ ചിന്തിച്ചാൽ വളരെ രസകരമായ മുന്നറിയിപ്പാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുക, ഡിപ്രഷൻ എഹെഡ് എന്നൊരു വാണിംഗ് ഇങ്ങനെ എഴുതി വെച്ചേക്കുക എന്ന് വിചാരിക്കുക. ദൈവവചനം എഴുതിയ എന്താ? ഡിപ്രഷൻ എഹെഡ്. സാധാരണ കാണാത്തൊരു വാണിംഗാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകും, സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ചാൻസസ് ഓഫ് ഡ്രിഫ്റ്റിംഗ് എവേ, നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു വാണിംഗ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 3-ാം അധ്യായത്തിൽ വായിച്ചത് വേറൊരു വാണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം കഠിനമാക്കാൻ, കോഷൻ, ഹാർഡനിങ് ഓഫ് ഹാർട്ട്, ഹൃദയം കഠിനമാക്കാൻ സാധ്യതയുള്ള സ്ഥലം. നമ്മൾ ഈ വാണിങ്സ് കാണുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യേണ്ടത്? നമുക്കറിയാം, വി ഹാവ് ടു ടേക്ക് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്ത് നമ്മൾ മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ മുന്നറിയിപ്പ് തന്നത്, അല്ലെങ്കിൽ വി ഹാവ് ടു സഫർ, നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് 12 മുതലുള്ള വേദഭാഗങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. ഹൃദയം ആകപ്പെടാതിരിക്കാനുള്ള നമ്മൾ 3 സൊല്യൂഷൻസ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചത്. നിങ്ങൾ ഓർക്കുന്നോടൊന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അത് 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിച്ചത്: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ഹീഡ് ബ്രദർ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യമാണ് ഹൃദയം കഠിനമാകാതിരിക്കാൻ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്യം പറയാം. ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ആശുപത്രിയിൽ കിടക്കാം, ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുകയാണ് നമ്മളോട്, വി ഹാവ് ടു ഹീഡ്, ടേക്ക് ഹീഡ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് 12-ാം വാക്യം നമ്മൾ പറഞ്ഞത്, വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെ പറ്റി നമുക്ക് ബോധ്യം വേണം. ഹൃദയം കഠിനമാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയും, അച്ഛാ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, ഞാൻ വചനത്തിലൊക്കെ ഉറച്ചതാ. അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നെങ്കിൽ നമ്മൾ ആ വാണിങ്സ് നമ്മളെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതാ നമ്മൾ പറഞ്ഞു. എന്നാൽ അതിന് ഒന്നാമത്തെ കാര്യം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ടേക്ക് ഹീഡ്. നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, കൊരിന്ത്യർ ലേഖനത്തില്ല, നിങ്ങൾ വിശ്വാസത്തിലായിരിക്കുന്നു നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മൾ വിചാരിക്കും ഞായറാഴ്ച മീറ്റിങ്ങിന് വരുന്നുണ്ട് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്ലിപ്പായി പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെ പോകുന്നതോ ആയ കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ തെറ്റിലേക്ക് വഴുതിപ്പോകാനുള്ള സാധ്യത. നമ്മുടെ സൊല്യൂഷൻ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ വായിച്ചു കഴിഞ്ഞ് അവിശ്വാസമുള്ള ഹൃദയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, തെറ്റിപ്പോകുന്ന ഹൃദയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, കഠിനമാക്കുന്ന ഹൃദയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ പറ്റി. അതാ 12-ാം വാക്യത്തിൽ വായിച്ചത്. നമ്മൾ ശ്രദ്ധയോടെ നോക്കണം, ശ്രദ്ധയോടെ ആയിരിക്കണം. ഏതെങ്കിലും മാർഗത്തിൽ ഞാൻ തെറ്റിപ്പോകുന്നുണ്ടോ? എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വാണിങ്സ്. അച്ഛാ, എവിടെ ഈ വാണിങ്സ് കാണുന്നത്? വാണിങ്സ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് അനുദിന ജീവിതത്തിൽ സംസാരിക്കും. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകം നോട്ടിഫൈ ചെയ്യും, ഇത് നിന്നോടാണ് അല്ലെങ്കിൽ നമ്മളോടാണ്. ഇങ്ങനെയുള്ളൊരു ഭാഗം വരുന്ന ഉടനെ നമ്മൾ തന്നെ വി ഹാവ് ടു
അതിനെ നമ്മൾ വായിച്ചതുപോലെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ടേക്ക് ഹീഡ്, മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്യമാണ്, എങ്കിൽ ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയുകയാണ്. നമുക്ക് തെറ്റിപ്പോകാവുന്നത് രണ്ട് നിലകളിലുണ്ട്. ഫിസിക്കലായിട്ട് തെറ്റിപ്പോകാം, ഹൃദയത്തിൽ തെറ്റിപ്പോകാം. ഞാൻ വായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ തെറ്റിപ്പോകുന്ന വിഷയത്തെപ്പറ്റി നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത് അടുത്ത വാക്യം 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അടുത്ത സൊല്യൂഷൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. 13-ാം വാക്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞതായതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത്: ബട്ട് എക്സോർട്ട് വൺ അനദർ ഡേ ബൈ ഡേ, സോ ലോങ് ആസ് ഇറ്റ് ഈസ് കോൾഡ് ടുഡേ, ലെസ്റ്റ് എനി വൺ ഓഫ് യു ബി ഹാർഡൻഡ് ബൈ ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് സിൻ. എന്നാൽ ഇവിടെ പറയുകയാണ്, നമ്മൾ ഇനി ഇങ്ങനെ കഠിനപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് വാണിംഗ് മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് എന്ന് പറയുന്നിടത്തോളം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളണം. സഹോദരന്മാർ തമ്മിൽ അന്യോന്യം പ്രബോധിപ്പിക്കണം. അവിടെ വേറെ കാര്യം പറയുന്നുണ്ട്, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കാൻ. പാപത്തിന്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാതിരിക്കാനാ നാൾ തോറും പ്രബോധിപ്പിക്കണം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മിനിസ്ട്രി ഓഫ് എൻകറേജിങ് ബ്രദറൻ. നമ്മുടെ ചുറ്റുമുള്ള കൂട്ടു സഹോദരന്മാരെ എൻകറേജ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം, അവർ നമ്മളെ എൻകറേജ് ചെയ്യണം. അന്യോന്യം ക്രിസ്തീയ ജീവിതം നമ്മൾ പണിയപ്പെടുന്നത്, നമ്മൾ വായിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ കർത്താവ് ഒരു തലയിൽ നിന്നാണ് സന്ധിമഞ്ചകളാൽ യോജിപ്പിക്കപ്പെട്ട് നമ്മൾ വളരുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത് പോലെ ആ അന്യോന്യം ബന്ധിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം വളരാൻ പറ്റത്തുള്ളൂ. ഏകാന്ത പതികനായിട്ട് നമുക്കൊരിക്കലും ഞാൻ ആത്മീയമായിട്ട് നല്ലവനാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് വളരാൻ സാധിക്കത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് വളരാൻ സാധിക്കും. പക്ഷെ വചനം പറയുന്നത് നമ്മൾ അന്യോന്യം യോജിക്കപ്പെട്ട് ആ തലയിൽ നിന്ന് വരുന്നത് ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങൾ കൂടാണ് മറ്റുള്ള ഭാഗങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കഠിനപ്പെട്ടു പോകാതിരിക്കാനുള്ള രണ്ടാമത്തെ സൊല്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത് നമ്മളിങ്ങനെയാണ്: അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളണം. നിനക്ക് സഹോദരൻ എന്താ ദൈവത്തിന്റെ ആത്മാവ് തരുന്നത്? അത് മറ്റുള്ള സഹോദരന് പറഞ്ഞു കൊടുക്കുക, അവനെ എൻകറേജ് ചെയ്യുക, അവൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ചെല്ലുക, അവനോട് പറഞ്ഞു കൊടുക്കുക, എൻകറേജ് ചെയ്യുക. ചിലർ വളരെ പെട്ടെന്ന് വീണു പോകുന്ന സ്വഭാവമുള്ളവരുണ്ട്. ചില ആൾക്കാർ ഇനി കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, വാസ ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഈ ഇച്ചിരി നല്ല ശക്തന്മാരായിട്ട് നിൽക്കുന്നവരെ പെട്ടെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഈ വീണു പോകുന്നവരെ കാണുമ്പോൾ നമുക്കറിയാം, സഹോദരന്മാർ പെട്ടെന്ന് വിശ്വാസത്തിൽ ബലഹീനരായവരെ നമുക്കറിയാം. അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, അവരെ വിളിച്ച് എൻകറേജ് ചെയ്യാറുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, എങ്ങനെ വീണാലും ചാടി എഴുന്നേക്കാനൊക്കെ അറിയാമെന്ന് ഞാൻ പറയാനിടയായി. ഞങ്ങളെ ആരും വിളിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ അന്യോന്യം എന്ത് ചെയ്യണം? നമ്മൾ എൻകറേജ് ചെയ്യണം നമ്മുടെ കൂട്ടു സഹോദരന്മാരെ. അവരുടെ സാവകാശം അറിഞ്ഞ്, അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് നമ്മൾ എൻകറേജ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടി ഇത് പറയുന്ന നാൾ തോറും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആരോഗ്യം വേണ്ടുന്ന വ്യക്തികൾ ഒരു കാര്യം ചെയ്യും. എന്നറിയാം, നാൾ തോറും അവർ എക്സസൈസ് ചെയ്യും. എങ്ങനെയാ? ഡേ ബൈ ഡേ മസിലൊക്കെ വളരാൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്ന പോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതുപോലെ നമ്മൾ വഞ്ചിക്കപ്പെടാതെ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ വേണ്ടി നാൾ തോറും ചെയ്യണം. ഡേ ബൈ ഡേ നമ്മൾ എക്സസൈസ് ചെയ്യണം, അന്യോന്യം പ്രബോധിപ്പിക്കണം. ഞാൻ ഈ ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ ഇടയ്ക്കൊക്കെ മെസ്സേജൊക്കെ ഇടുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യോന്യം ഇപ്പം നമുക്ക് എല്ലാ ദിവസവും എന്താണെന്ന് വെച്ചാൽ നാൾതോറും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് മീറ്റിംഗ്, ആ മീറ്റിംഗ് നടത്തി നാൾതോറും എന്നല്ലേ വാക്യം എഴുതിക്കുക, ഡേ ബൈ ഡേ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അല്ലേ. എല്ലാ ദിവസവും എന്നാൽ പിന്നെ മീറ്റിംഗ് നടത്തിയേക്കാം, ആ ഒരു അർത്ഥമല്ല. അത് നടത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ആകുമ്പം നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിലൊക്കെ വചനമൊക്കെ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ, ഞാൻ പറഞ്ഞ അന്യോന്യം പ്രബോധിപ്പിക്കപ്പെടുന്ന നിലയിൽ അതിൻ്റെ വാക്യങ്ങൾ കാണുമ്പോൾ അത് നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുവാനും അന്യോന്യം ഏറ്റെടുക്കുവാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കോണ്ടാക്റ്റും ബന്ധവുമാണ് നമ്മളെ ഹൃദയകാഠിന്യപ്പെടാതിരിക്കുവാൻ വഴിയാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വായിച്ചൊരു ഭാഗം ഇങ്ങനെയാണ്: പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകും. ഡിസീറ്റ്ഫുൾനെസ് ഓഫ് സിൻ. പാപത്തിനൊരു ചതിയുണ്ട്. ആ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല ചതിക്കപ്പെടുകയാണെന്ന്. നമ്മൾ അറിയത്തില്ല ചതിക്കപ്പെട്ടു പോകാന്ന്. നമ്മൾ ഓക്കെയാന്ന് വിചാരിക്കും, എല്ലാം നേരെയാന്ന് വിചാരിക്കും. പക്ഷെ അന്യോന്യം പ്രബോധിപ്പിച്ച് അന്യോന്യം ശക്തിപ്പെട്ട് അന്യോന്യം നമ്മൾ ബലപ്പെട്ടു പോകുമ്പോൾ മാത്രമേ ദൈവവചനം പറയുന്നത് പോലുള്ള ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ
ഇന്നത്തെ വാക്യം ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ തീർക്കും. വളരെ ഇനി അടുത്ത് പറയുന്ന കാര്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തിരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മളിവിടെ മൂന്നാമത്തെ വിഷയം ഇപ്പം രണ്ടെണ്ണം നിങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കും. ഒന്ന്, ടേക്ക് ഹീഡ്, നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം നമ്മുടെ ജീവിതം ഹൃദയം കാഠിന്യപ്പെടുത്തു പോകുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമത് നമ്മൾ വായിച്ചത് അന്യോന്യം പ്രബോധിപ്പിക്കണം. അടുത്തത് 14-ാം വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. വേഴ്സ് 14, 14-ാം വാക്യം വായിക്കുക. വേഴ്സ് 14 ഇങ്ങനെ വായിക്കുന്നത്: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇങ്ങനെ ഇംഗ്ലീഷ് വായിക്കുന്നത്: ഫോർ വി ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ദ ബിഗിനിങ് ഓഫ് അവർ കോൺഫിഡൻസ് ഫേം അൺടു ദ എൻഡ്. അതായത് തുടങ്ങിയത് അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോയിരുന്നു, തുടക്കം നല്ലതായാൽ പോരാ, ഒടുക്കം നല്ലതാകണം. നല്ല തുടക്കത്തിൽ നല്ല ഒടുക്കം ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചോളണം. നമ്മൾ ഈ പറയുന്ന വചനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രവുമായിട്ട് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവര് ആദ്യ വിശ്വാസമുള്ളവരാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവരുടെ ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? അവര് ചെങ്കടൽ അങ്ങോട്ട് കിടന്നപ്പോഴത്തേന് തപ്പെടുത്ത് സൂപ്പർ വർഷിപ്പായിരുന്നു. കയ്യോ തപ്പും ഒക്കെ എടുത്ത് അടിച്ച് പാട്ടൊക്കെ പാടി മിരിയാമിന്റെ കൂട്ടത്തിൽ ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര സന്തോഷം. ആദ്യം ഓക്കെ ആയിരുന്നു. എന്നാൽ അവൻ്റെ അവസാനം വന്നപ്പോൾ ഒരു മരുഭൂമിയിൽ പട്ടുപോയി നമ്മൾ വായിക്കുന്നുണ്ട്. കാര്യം ഹൃദയം കഠിനപ്പെട്ടു പോവുക. ഞാൻ പറഞ്ഞ ഇത് അവർക്ക് സംഭവിച്ചതുപോലെ നമ്മുടെയും തുടക്കം ഓക്കെ ആകാം, അവസാനം എങ്ങനെ ആയിത്തീരുമെന്നുള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് വി ഹാവ് ടു ടേക്ക് ഹീഡ്. നമ്മൾ വളരെ കരുതലുള്ളവരായിരിക്കണം, അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരാകണം. മൂന്നാമത് മുറുകെ പിടിച്ചുകൊള്ളുന്നവരായിരിക്കണം. എന്താണ് മുറുകെ പിടിക്കേണ്ടത്? അച്ഛാ, ചില ആൾക്കാർ പറഞ്ഞ പോലെ, അച്ഛാ ഞാനൊരു 15 വർഷം മുമ്പ് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ ദൈവമകനായി തീർന്നു, ഇതാണ് ആദ്യ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുമ്പോൾ ആദ്യ വിശ്വാസം എന്ത് ചെയ്യണം? അവസാനത്തോളം. രക്ഷിക്കപ്പെട്ട കാര്യം ചോദിച്ചാൽ ഭയങ്കര കഥ പറയാനുണ്ട്. ഏകനായി വന്നു, എല്ലാവരും എന്നെ ഓടിക്കാൻ തുടങ്ങി, ഞാൻ അങ്ങനെ കർത്താവിനെ കണ്ടു, വിശ്വാസത്തിൽ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും കർത്തൃമേശ എടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്, സഭയിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ആദ്യ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഹൃദയം കഠിനമായി പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ ലഭിച്ച വിശ്വാസം അത് അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രഷ്യസ് പ്രോമിസ്. കർത്താവ് കൊടുക്കുന്നൊരു പ്രോമിസാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരും. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴേ ക്രിസ്തുവിൽ പങ്കാളികളായി തീരുമെന്ന് പറയുന്ന പൊസിഷണൽ ചിന്തകളുണ്ട്. അതല്ല വചനം പറയുന്നത്. പ്രാക്ടിക്കലി നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളാകണമെങ്കിൽ, ഈ പ്രോമിസ് നമുക്കാകണമെങ്കിൽ, ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ പോലെ അവർക്കൊരു പ്രോമിസിന്റെ ബേസിസിലാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തുവാ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്നുള്ള വലിയൊരു പ്രോമിസ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം കഠിനമാക്കി ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞു. നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ പോലെ അവർ പ്രബോധിപ്പിക്കപ്പെട്ടില്ല. എനിക്കൊന്ന് മോശയൊക്കെ എല്ലാ ദിവസവും എഴുന്നേക്കുന്ന ഉടനെ അവരെ ഇവരുടെ യാത്രയിലൊക്കെ ഇതിലൂടെ പറയുമായിരിക്കാം, നമ്മൾ വചനത്തിൽ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇവരെ പറ്റിയുള്ളത്, ഇസ്രായേൽ മക്കളെ പറ്റിയൊക്കെ വെച്ചാൽ അവർ വളരെ സ്പിരിച്വലാണ്. നമ്മൾ ഇസ്രായേൽ ഈ ജ്യൂസിനെ പറ്റിയൊക്കെ പഠിച്ചാൽ നമുക്കറിയാം, അവർ നമ്മളെക്കാളൊക്കെ ഈ സ്പിരിച്വലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ള സ്പിരിച്വാലിറ്റി വളരെ ഉണ്ട്. അവരുടെ ആചാരങ്ങൾക്കും അവരുടെ വിഷയങ്ങൾക്കും അവർ വളരെ സമയവും കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്തതായിരിക്കും. പക്ഷെ അവരും എന്ത് ചെയ്തു? തെറ്റിപ്പോയത് കൊണ്ട് നമുക്കൊരു വാണിങ് നൽകുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മളോട് പറയുകയാണ്, നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളണം. ഒരിക്കൽ ഞാൻ ദൈവമകനായി എന്ന് പറഞ്ഞ് എൻ്റെ ക്രിസ്തീയ ജീവിതം അതുകൊണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും പോയിട്ട് വരിക എന്നുള്ളതല്ല. മറിച്ച് ഐ ഹാവ് ടു ഗ്രോ. എൻ്റെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനാണോ ഞാൻ? വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞാൽ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു? ശോധന ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നോ? നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അച്ഛാ ഞാൻ ഇന്ന ചർച്ചിലെ അംഗമാണ്, അതുകൊണ്ട് അവിടെ എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട്, എല്ലാ മീറ്റിങ്ങിനും ഒക്കെ പങ്കെടുക്കുന്നു. അതല്ല, അതിനപ്പുറമായിട്ട് നമ്മൾ വായിച്ചത്, നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മൾ മുറുകെ പിടിക്കുന്നവരാണ്. മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കട്ടെ, ക്രിസ്തീയ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ഒന്നും
ആർട്ടിഫിഷ്യൽ അല്ല. ആദ്യ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നെങ്കിലും നമ്മൾ ആ മുറുകെ പിടിക്കേണ്ടത് അവസാനത്തോളം. ഈ നമ്മൾ അതിൻ്റെ ഒരു കാര്യം തെറ്റിദ്ധരിക്കപ്പെടരുത്. എന്ന് വെച്ചാൽ ക്രിസ്തീയ ജീവിതം ഈ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ കർത്താവിങ്കിലുള്ള ആശ്രയത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച ദൈവം നമുക്ക് നൽകുന്നതാണ്. ഒരിക്കലും നമ്മുടെ കൃപയാൽ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു, നമ്മൾ അതുപോലെ തന്നെ കൃപയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു, കൃപയാൽ അത് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പങ്കൊന്നുമില്ലേ? നമ്മൾ ചില തിയോളജികൾ ഈ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാണോ? എന്നാ പിന്നെ ഓക്കെയാടാ, എല്ലാം റെഡിയാ, ഓക്കെ. സ്നാനപ്പെട്ടാണോ? ഓക്കെ, എന്നാ പിന്നെ ഓക്കെ. ആ ഒരു ഓക്കെ അല്ല ഇവിടെ പറയുന്നത്. അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ആഴത്തിലുള്ളൊരു അർത്ഥമെന്ന് പറയുന്നത് there is an effort from our side. വെറുതെ നമ്മൾ സഭയിൽ പോയിരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഇപ്പൊ കേട്ടതുപോലെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്ന ചാനലുകളായി നമ്മൾ മാറണം. ആ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകപ്പെടുന്നവരായി മാറുമ്പോൾ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉറപ്പോടെ മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പാട്ട് കാണും, പ്രാർത്ഥന കാണും, വൈകിട്ട് വരുമ്പോൾ എല്ലാ ദിവസവും കർത്താവ് ഇന്ന് കാത്തു സൂക്ഷിച്ചതിനായി സ്തോത്രം ഹല്ലേലൂയ അത് കാണും. രാവിലെ ആണെങ്കിൽ നമ്മൾ പോകുമ്പോഴും ഞാൻ തെറ്റാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓക്കെയാന്ന് തോന്നാതെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ പറയാം, എപ്പോഴാണ് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാൻ കൂടുതൽ തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫെയിലിയർ ആകുന്നെന്ന് തോന്നുമ്പോഴാണ്, പരാജയപ്പെടുന്നത് മനസ്സിലാവുമ്പോഴാണ്. ഞാൻ പറയാം, നമ്മൾ കുറവുണ്ടെന്ന് മനസ്സിലാവുമ്പോഴാണ്. അങ്ങനെയുള്ളവൻ്റെ ജീവിതത്തിൽ മാത്രമേ എനിക്ക് ഇന്ന ഏരിയയിൽ അല്ല, എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നു പോകുന്നു, പിന്നെ രാത്രി വന്ന് പ്രാർത്ഥിക്കുന്നു കിടക്കുന്നു, ഇങ്ങനെ പോകുന്നവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക ശക്തിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നത്തില്ല. ഞാൻ പറയാം, യഥാർത്ഥമായിട്ട് എനിക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകണം. എൻ്റെ വാക്കില്, സംസാരത്തിൽ, ഇടപാടില് ഇന്ന് പകൽക്കാലം ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടെങ്കിൽ, ഞാൻ കരുണയില്ലാത്തവനായിട്ടുണ്ടെങ്കിൽ, ഞാൻ കോപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയോട് തെറ്റായിട്ടുള്ള ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോട് ദൈവഹിതപ്രകാരമില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് വരാം. പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോർഡ് ഐ നീഡ് മോർ ഗ്രേസ് ടു ഓവർകം സച്ച് സിറ്റുവേഷൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ കൃപ വേണമെന്ന് അനുദിനം പ്രാർത്ഥിക്കുന്നവനായി മുറുകെ പിടിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നാച്ചുറലായിട്ട് ഇതെല്ലാം ഓക്കെയാ. അപ്പുറത്തെ ചാക്കോച്ചനൊക്കെ ഒരു കുഴപ്പമില്ല, ഒരു 10-15 വർഷമായിട്ട് ഇതുപോലൊക്കെയാ പോകുന്നത്, അവരും നല്ല പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നുണ്ട്, അതുപോലെ ഞാനും അങ്ങ് പൊക്കോളാം. അതല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മുറുകെ പിടിക്കേണ്ട കാര്യം എന്താണോ നമ്മൾ ഏറ്റെടുക്കേണ്ടത്, ആ വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധി ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ച് മുറുകെ പിടിച്ചു പോകുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുക. അവിടാണ് ക്രിസ്ത്യൻ ഗ്രോത്ത് ഉണ്ടാകുന്നത്. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ 3 സൊല്യൂഷനകത്ത് പറയുമ്പോൾ ഞാൻ പറയാം, ഒരു ദൈവത്തിൻ്റെ പ്രോമിസ് നമുക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബി പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ദെൻ നമ്മുടെ പാർട്ട് കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളുടെ നമ്മൾ ഇവരുടെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഇവര് ഇതേ നിലയിൽ ഈ ഒരു കണ്ടീഷൻ, ഞാൻ എപ്പോഴും പറയാം, ദൈവവചനത്തിൻ്റെ പദ്ധതികൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നമുക്കുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, നമ്മുടെ ഒരു പാർട്ടും ഉണ്ട്. ഇത് രണ്ടുമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം. കാര്യം ദൈവത്തിൻ്റെ പ്രൊവിഷൻ ഇല്ലാതെ നമ്മുടെ പാർട്ട് മാത്രം കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പാർട്ടില്ലാതെ ദൈവം എല്ലാം ക്രൂശി ചെയ്തു, ടെറ്റലിസ്റ്റായി എല്ലാം കർത്താവ് ചെയ്തു. ഇനിയിപ്പം ഞാൻ അങ്ങനെ പോയാൽ മതി, എന്ത് ചെയ്യും? മുന്നമേ ദൈവത്തിനെല്ലാം അറിയാം, എൻ്റെ അവസാനവും അറിയാം. ഞാൻ പറഞ്ഞ ഇത് മനുഷ്യനെ തെറ്റിക്കുക ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിനൊരു എനർജി അല്ലെങ്കിൽ ഒരു മുമ്പോട്ട് വളർച്ച വേണമെങ്കിൽ നമ്മൾ ദൈവം നൽകിയ പ്രൊവിഷനെ ഏറ്റെടുത്ത്, ഞാൻ പറഞ്ഞ ചില അപ്പന്മാരും മക്കൾക്ക് സ്വത്ത് കൊടുക്കും, നീ ബിസിനസ് ചെയ്ത് ജീവിച്ചോളാൻ പറയും. അപ്പൻ്റെ പ്രൊവിഷൻ എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതെടുത്ത് തിന്നുകയാണെങ്കിൽ അവനൊരിക്കലും വളരാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതെല്ലാം അങ്ങ് തീരും. ഞാൻ പറഞ്ഞതുപോലെ നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്ന ലഭിച്ച പ്രൊവിഷൻ എടുത്ത് നമ്മൾ ക്രിസ്തീയ ജീവിതം വളരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരും ശക്തരുമായി മാറുന്നത്. അതുകൊണ്ട് അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, നല്ല തുടക്കമെന്ന് പറയുന്നത് കൊണ്ട് മാത്രം നല്ലൊരു അവസാനമാകണമെന്ന് ഒരിക്കലുമില്ല. ഇതെല്ലാം പറയുന്നത് ഇവിടെ പറയുന്ന കാര്യമുണ്ട്. അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാലെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് അണ്ടിൽ ദ എൻഡ്.
ഒരിക്കൽ തുടങ്ങിയെന്നുള്ളതല്ല. ക്രിസ്ത്യ ജീവിതം വൺസ് അന്ന് ഞങ്ങളിരുന്ന് വലിയൊരു ശക്തി വന്ന് ഞങ്ങൾ വളരെ ദൈവമക്കളായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചു. ഇനിയിപ്പോൾ എന്തോ ഇനിയെല്ലാം കഴിഞ്ഞു. അത് അങ്ങനെ അങ്ങനല്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവസാനത്തോളം മുറുകെ പിടിക്കുക. ഇറ്റ് ഈസ് ഗോ ടിൽ ദ എൻഡ്. അവസാനത്തോളം മുറുകെ പിടിച്ചു കണ്ടു കഴിഞ്ഞാൽ ആ വാഗ്ദത്തം ഇവിടെ പറയുക, നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നില്ല. യു ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ കഴിഞ്ഞ ഇതേ വാക്യം തന്നെയാണ് നമ്മൾ പഠിച്ചു വന്നപ്പോൾ 3:6 വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3-ാം അധ്യായത്തിന് 6-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ ഈ ഭാഗം ഒന്ന് പറഞ്ഞിരുന്നു. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത്, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ഇതേ സെയിം കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. ഈ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് പോലും നമ്മൾ സാധാരണ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഞാൻ പണ്ട് വിശ്വസിച്ചു, ഇങ്ങനെ നമ്മൾ പറയുന്നത് അല്ലേ, എന്ന് വെച്ചാൽ ഞാൻ പണ്ട് വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കറക്റ്റാണത്. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇറ്റ് ഈസ് നോട്ട് എ പാസ്റ്റ് തിങ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് തിങ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പെസ്റ്റിസ് എന്നുള്ള വാക്കിന്, അതിൻ്റെ ഗ്രീക്കിലുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. വിശ്വസിക്കുക എന്ന് പറയുക അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് വിശ്വസിച്ചു എന്നുള്ളതല്ല, ഇപ്പൊ നീ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനകത്താണ് ആ വിശ്വാസത്തിന് പങ്ക് വരുന്നത്. അതാ ഈ അവസാനത്തോളം മുറുകെ കൊള്ളുക എന്ന് ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവ്, ഞാൻ എടുക്കുന്നില്ല വാക്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 8:31 വായിക്കുമ്പോൾ, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. സോ നമ്മൾ ദൈവവചനം വായിച്ചാൽ പല ഭാഗത്തും ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള, തുടർച്ചയായിട്ടുള്ള, അവസാനം വരെ പിടിച്ചു നിൽക്കേണ്ട ഒരു വിഷയം നമുക്ക് കാണാൻ പറ്റും. മത്തായി സുവിശേഷം 10:22 വായിക്കുമ്പോൾ, മാത്യൂസ് ഗോസ്പൽ 10:22 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, ടിൽ ദ എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നമ്മൾ അവസാനത്തോളം ദൈവം നൽകിയ പ്രൊവിഷൻസിനകത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് വേറൊരു വാക്യമുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1:23, കൊലോഷ്യൻസ് ചാപ്റ്റർ 1:23 ഇങ്ങനെ വായിക്കുന്നുണ്ട്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ നിങ്ങൾ അവന്റെ മുമ്പിൽ നിൽക്കും. ഇതെന്താ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ നടന്നതോ എന്തെങ്കിലും ആയിത്തീർന്നോ എന്നുള്ളൊരർത്ഥമല്ല, മറിച്ച് തുടർച്ചയായിട്ട് ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുന്ന, യേശുവിൽ നമ്മൾ തുടർച്ചയായിട്ട് പിടിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് നമ്മൾ ഈ വേറെ ചിന്തിക്കണം, നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ടെല്ലാം അവസാനിച്ചെന്നല്ല. രക്ഷയ്ക്ക് തന്നെ 3 ടെൻസ് ഉണ്ട്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അതായത് നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട്. ഈ ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പലരുടെയും തിയോളജി പലരെയും ഇൻഎഫക്റ്റീവ് ആക്കും അവരുടെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടതാ, ഇനിയിപ്പോൾ എന്തോ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വർഗം എൻ്റെ അവകാശമാണ്. അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആ ഒരു ടീച്ചിങ് കൊണ്ട് എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് അവരുടെ ജീവിതത്തിൽ പിന്നീട് ഒരു മുറുകെ പിടിക്കേണ്ട അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഇല്ല. ഞായറാഴ്ച മീറ്റിങ്ങിന് വരും, എന്തെങ്കിലും 2 പറയും, അവർ പോവും. ആർ യു ഹോൾഡ് ഫാസ്റ്റ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസം നീ മുറുകെ പിടിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് രക്ഷിക്കപ്പെട്ടതാണല്ലോ. അതല്ല ക്രിസ്ത്യ ജീവിതം പറയുന്നത്. എബ്രായ വിശ്വാസികൾ പറയുമ്പോൾ വളരെ വ്യക്തമാണ്. നമ്മൾ എബ്രായ ലേഖനം ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം വളരെ സ്ട്രെസ് ചെയ്തിട്ട് ലേഖനകർത്താവ് ആ സഭയോട് പറയുന്നത് കാണാൻ സാധിക്കും. അതിന് നമ്മൾ വേറെ നിലയിലൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാണിംഗ് ആണ്. ഞാൻ പറയാം, പ്രശ്നമൊന്നുമില്ലെങ്കിൽ വാണിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വാണിങ് തന്നാൽ അതിൻ്റെ അർത്ഥം അതിനൊരു എഫക്റ്റ് ഉണ്ടെന്നാണ്. വാണിങ് അവോയ്ഡ് ചെയ്താൽ, അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടില്ലെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ യു കനോട്ട് ബി എ പാർട്ടേക്കർ വിത്ത് ക്രൈസ്റ്റ്. അതതിൻ്റെ ചുരുക്കമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. പിന്നെ നമ്മളത് ഞാൻ വായിച്ചില്ല, 14-ാം വാക്യത്തിൽ വായിച്ചത് അന്നേരം 3-ാമത്തെ കാര്യമാണ്. എന്താണ്? 1 നമ്മൾ വായിച്ചു, 12-ാം വാക്യത്തിൽ നമ്മൾ വി ഹാവ് ടു ടേക്ക് ഹീഡ്,
നമുക്ക് ശ്രദ്ധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്. രണ്ടാമത് നമ്മൾ 13-ാം വാക്യത്തിൽ വേഴ്സ് 13 നമ്മൾ വായിച്ചു, അന്യോന്യം പ്രബോധിപ്പിക്കുക, എൻകറേജിങ് വൺ അനദർ. പിന്നെ മൂന്നാമത് നമ്മൾ വായിച്ചത് അതിനകത്ത് ക്രിസ്തുവിൽ നമ്മളെന്ത് ചെയ്യുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം. ഈ 3 കാര്യങ്ങൾ ഹൃദയകാഠിന്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലേഖനത്തിൽ ഇവിടെ എഴുതിയിരിക്കുക. ഇന്ന് രാത്രികൾ നമ്മളോടും പറയാനുള്ളത് ഈ പറയുന്ന അച്ചാഹ അത് നല്ല രസമുണ്ട് കേൾക്കാൻ കേട്ടോ, ഇസ്രായേൽ മക്കളെ പറ്റി പറഞ്ഞത്. എന്നെ പറ്റിയൊന്നുമല്ല, അത് അവരെ പറ്റിയാ. അങ്ങനല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രമെടുത്ത് എബ്രായ സഭയോട് പറഞ്ഞത് ഇന്നും നമ്മളോട് സംസാരിക്കുന്നതാണ്. ഞാനതുകൊണ്ട് 3-ന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളുടെ ചരിത്രം എബ്രായ വിശ്വാസികളോട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മളോടും അരുളി ചെയ്യുന്നത് നമ്മളും ആ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. ഞാൻ സഭയെ പറയുന്ന പോലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പഠിച്ചു പോകാനല്ല, ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അല്ലാതെ ഹിസ്റ്ററിക്കകത്ത് പറഞ്ഞിട്ടുള്ളത് പഠിച്ചു പോകാനല്ല. ഇവരുടെ പരാജയം നമ്മുടെ പരാജയം ആകരുതെന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ തിരിച്ച് വിഷയത്തിലേക്ക് കടന്നു വരാം. തുടർന്ന് നമ്മൾ വായിക്കുന്നത് 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഇതുവരെ താൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉപസംഹാരമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ താൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിൽ ഞാൻ തോന്നുന്നു 7 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ, എനിക്ക് 4-5 ക്ലാസ് നമ്മൾ എടുത്ത ആ ഭാഗത്ത് അത്രയും ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളുടെ സംക്ഷിപ്തമായിട്ട് പഠിച്ചിട്ട് അവസാനം അവരോട് ചോദ്യം ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് അവരോട് തന്നെ ചോദ്യം ചോദിക്കുക. എന്നിട്ട് 15-ാം വാക്യത്തിൽ വീണ്ടും ഇത്രയും അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞതിന് ശേഷം വീണ്ടും ഇവരോട് പഠിപ്പിച്ച വിഷയങ്ങൾ എടുത്തിട്ട് അവരുടെ മനസ്സിൽ വീണ്ടും ആ ഒരു വിഷയത്തിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇവരുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ ഈ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പം 3 ക്വസ്റ്റ്യൻസ് പെയറായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനത് നമുക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം 3 ക്വസ്റ്റ്യൻസ് പെയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് വീണ്ടും ഇതേ വാക്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ 15-ാം വാക്യം എടുത്താൽ 15-ാം വാക്യം തന്നെയാണ് 8-ാം വാക്യം. എന്തുകൊണ്ടാണ് വീണ്ടും പറയുന്നത്? അതിൻ്റെ സീരിയസ്നെസ് പറയുന്നതിന് വേണ്ടി. നമുക്കറിയാം ചില പിള്ളേർ പറയത്തില്ലേ, അല്ലെങ്കിൽ സാറേ ഞാൻ ട്യൂട്ടോഴ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ പിള്ളേർ ഒന്നുകൂടെ പറയാമോ, ഒന്നുകൂടെ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് പറയും ഇത് ഞാൻ ഒന്നുകൂടെ പഠിപ്പിച്ചേക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗമാണെന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞതുപോലെ പൗലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ അവരെ കൊണ്ട് പറയിപ്പിക്കുക, ടു അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ്. ഈ മുറുകെ പിടിക്കാതെ ടേക്ക് ഹീഡ് ചെയ്യാതെ ക്രിസ്തീയ ജീവിതം വെറും സിമ്പിളായിട്ട് കൊണ്ടുപോയി ഞാൻ പണ്ടൊരിക്കലും വിശ്വസിച്ചതാ എന്നും പറഞ്ഞു പോയാൽ നമ്മൾ അൾട്ടിമേറ്റ്ലി ഫെയിലാവും, പരാജയപ്പെടും എന്നുള്ള വാണിങ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും അവരോട് പറയുക. അവിടെ 15, അതുകൊണ്ടാണ് 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 15-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നമ്മൾ ആദ്യം വായിച്ചു വായിക്കുക, മെരീബിയിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ. എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരവും ചോദ്യമായിട്ട് തന്നെ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ അല്ലേ എന്ന് പിള്ളേരോട് ചോദിക്കുന്ന പോലെ പൗലോസ് ഒന്നുകൂടെ അവരുടെ ചിന്താമണ്ഡലത്തെ ഒന്ന് ഉദ്ദീപിപ്പിച്ചിട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതേ വാക്യം എടുത്ത് പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്. എന്താ 16-ാം വാക്യം എഴുതുന്നത്? ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? ഹൂ വെൻ ദേ ഹേർഡ് ഡിഡ് പ്രൊവോക്ക്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താ പറഞ്ഞിരിക്കുന്നത്? ഉത്തരവും ഒരു ചോദ്യമായിട്ടാണ്. നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ അത് ചോദ്യമായിട്ടില്ല, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഡിഡ് നോട്ട് ഓൾ ദേ കം ഔട്ട് ഓഫ് ഈജിപ്റ്റ് ബൈ മോസസ്? മോശയുടെ കൂടത്തിൽ വന്ന എല്ലാവരും അല്ലേ? അന്നേരം എന്താ ഇന്ന് നിങ്ങൾ ശബ്ദം കേൾക്കുന്നത് ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ട് ഹൃദയം കഠിനമാക്കിയവരാരാ? അതിന് ഉത്തരം പറയുകയാണ്, മോശ മുഖാന്തരം പുറപ്പെട്ടു വന്ന എല്ലാവരും അല്ലേ? അതിന് ഉത്തരം അത് തന്നെയാ, എല്ലാവരും ആണല്ലോ എന്ന് പറയുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയും. ഇംഗ്ലീഷിലേക്കാണ് പറയുന്നത്, ദോസ് ഹു
ലെഫ്റ്റ് ഈജിപ്റ്റ് ലെഡ് ബൈ മോസസ്. മോശയാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന എല്ലാവരുമല്ലോ. ഇവിടെ ഒരു കാര്യം, മോശ പറഞ്ഞപ്പോൾ ഈ പുറപ്പെട്ടു വന്നവർ എന്നൊരു അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തള്ളിക്കൊണ്ട് വന്നവരെന്നല്ല, ഇവരോട് പറഞ്ഞ കൽപ്പനയ്ക്ക് വിൽഫുള്ളായിട്ട് സ്വന്തമായിട്ട് ദേ കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ് വിത്ത് ദെയർ ഓൺ വിൽ. അവരുടെ സ്വന്തം ഹിതപ്രകാരം ദൈവത്തിന്റെ കൽപ്പന 10 ബാധകൾ കഴിഞ്ഞ് അവർ വന്നപ്പോൾ സ്വന്തം ഹിതപ്രകാരം തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ആ വാക്യം നമ്മൾ പറയുന്നത്. എന്ത് ചെയ്യുന്നു? ദേ കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ് ബൈ മോസസ്. മോശ പറഞ്ഞപ്പോൾ അവരവിടുന്ന് പുറപ്പെട്ടു വന്നവരല്ലേ. അതായത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വന്തം ഇച്ഛയിൽ അവരുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി കടന്നു വന്നവരാ. ഇതുപോലെ ഇപ്പൊ നമ്മളോടും ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെങ്ങനാ? ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറയാനുണ്ട്, അവരെന്ത് ചെയ്തു? അവര് പുറപ്പെട്ടു വന്നവരെന്ന് പറയുമ്പോൾ വെറുതെ പുറപ്പെട്ടു വന്നവരല്ല. അവര് മിറക്കിൾസ് കണ്ടു. അവര് അവിടെ വലിയ ഒരു 10ാമത്തെ ബാധയാകുന്ന ആ സമയത്ത് അവരുടെ കുടുംബങ്ങളിലെല്ലാം അടുത്ത കുടുംബങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് ഇവർക്കറിയാം. അതുകൊണ്ട് മോശ പറയുമ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്തു? മോശ എല്ലാവരെയും വടിയെടുത്ത് അടിച്ച് എല്ലാം കയറിക്കോടാ, അങ്ങനൊന്നും ചെയ്തില്ല. നമ്മളെല്ലാം പുറപ്പെട്ടു പോകുവാൻ ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവര് അത്ഭുതങ്ങളെ കണ്ട് ചെങ്കടൽ കടന്ന് അക്കരെ വന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങള്, ഫറവോന്റെ കയ്യിൽ നിന്നുള്ള വിടുതല്, ചെങ്കടലിലെ രക്ഷ, മരുഭൂമിയിലെ കരുതല്, ഇതെല്ലാം കണ്ടുവന്നവരായവര്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ പുറപ്പെട്ടു വന്നവരെല്ലാവരും അല്ലെന്നും അവരുടെ ഹൃദയത്തിൽ അവരോട് തന്നെ ഒരു ചോദ്യമാ, നിങ്ങൾ എന്ത് മനസ്സിലാക്കി വന്നവരാ? ഞാൻ അവരോട് ചോദിച്ചാൽ അവർക്കും പറയാനുണ്ട്. അവരൊരു മിറക്കിൾ കണ്ട് കേട്ട് അറിഞ്ഞു വന്നവരാ. അവരുടെ മുമ്പിൽ ദൈവാത്മാവിന്റെ വചനമുണ്ട്. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടവരും കേട്ടവരുമാണ് അവര്. അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള അവരുടെ അനുഭവം മനസ്സിലാക്കിയവരാണ്. അത്ഭുതങ്ങളെ ജീവിതത്തിൽ കണ്ടവരായിരിക്കാം. അതുപോലെ തന്നെ ദൈവിക വിടുതൽ അനുഭവിച്ചറിഞ്ഞവരായിരിക്കാം. അവരോടും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇതുപോലെ ഹൃദയത്തെ നമ്മൾ കഠിനമാക്കരുത്. അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംഭവിക്കും. അവരുടെ ഹൃദയത്തെ തൊട്ട് ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഇവരെ പോലെ ഇവര് പറഞ്ഞ പോലെ നമുക്കറിയാം, ഇവരുടെ ഈ ഇങ്ങനെ വായിക്കുന്ന ഹൃദയത്തെ കഠിനമാക്കരുതെന്ന് പറയുമ്പോൾ മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്ന എല്ലാവരുമല്ലോ എന്ന് പറയുമ്പോൾ അവരോട് പുറപ്പെട്ടവർ വന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഇത്രയും അത്ഭുതങ്ങൾ കണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അവിശ്വാസം അടങ്ങിയിട്ടുള്ളത് കൊണ്ട്, ചുരുക്കത്തിൽ പറയാം, അവർ പരാജയപ്പെട്ടു പോയി. ചിലപ്പോൾ അവർ പറഞ്ഞു കാണും, ശരിയാ, ഞങ്ങൾ ഈ അത്ഭുതമൊക്കെ കണ്ടവരാ, പക്ഷേ വി ഡോണ്ട് തിങ്ക് ഗോഡ് ക്യാൻ സേവ് അസ്. ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ ശരിയാ, ഞങ്ങളിവിടെ വന്നു, പക്ഷേ ഈ മരുഭൂമിയുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ശരിയാ, കനാൻ നാട്ടിൽ എത്തിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ അവിടുത്തെ മല്ലന്മാരെയൊക്കെ എങ്ങനെ ജയിക്കാനാ? ഞാൻ പറയാം, നമ്മൾ പലപ്പോഴും ഇതുപോലെ തന്നെ ഒരു പാപത്തിൻ്റെതായ ചിന്തകൾ കടന്നു വരുന്നവരെ പോലെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയിട്ട് എന്നെ ദൈവത്തിന് നിത്യതയിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ? ഞാൻ ചില പരാജയപ്പെട്ടു, എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വിശ്വാസ ജീവൻ നയിക്കാൻ പറ്റുമോ? അവരനാക്കിനെ ജയിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ പാപത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടുവരുന്ന ചിന്തകളെ ജയിക്കാൻ പറ്റുമോ? എൻ്റെ പാപ സ്വഭാവങ്ങളെ എനിക്ക് ജയിക്കാൻ പറ്റുമോ? കർത്താവിന്റെ വാഗ്ദത്തമാ, തന്നെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുമെന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ മാറുമോ? ഞാൻ സ്നേഹവാനായിട്ടുള്ളവനായി മാറുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ അച്ഛാ, എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോന്ന്. നമ്മൾ ഇസ്രായേൽ മക്കളെ, എനിക്ക് യെശയ്യാ പ്രവചനത്തിൽ, യിരെമ്യാ പ്രവചനത്തിലാണെന്ന് പറയുന്നത്, ഇങ്ങനെ അവരെ പറ്റി പറയുന്നത്, പുള്ളിപ്പുലിക്ക് തൻ്റെ ഭാവം മറന്നു, ത്വക്കിനെ മാറ്റാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ നിങ്ങൾക്കത് മാറ്റാമെന്ന് പറയാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇന്ന് രാത്രിക്കാലം പറയും, എന്നെ കേൾക്കുന്നവരോട് പറയാം, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രോമിസ് നടത്തുവാൻ ശക്തനായവന്. ഹി ക്യാൻ ചേഞ്ച് മീ കംപ്ലീറ്റ്ലി. അവൻ എന്നെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്താം. എൻ്റെ ജീവിതം
എൻ്റെ ക്യാരക്ടർ, എൻ്റെ ചിന്തകൾ ഒക്കെ പുതുതാക്കാൻ പറ്റും. നമ്മളെ വീണ്ടെടുത്ത് കൊണ്ടുവന്നെങ്കിൽ, ശത്രുവിൻ്റെ അധികാരത്തിൽ നിന്ന് അന്ധകാരത്തിന് അത്ഭുതപ്രവാസത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അവൻ നമ്മളെ മുഴുവനായി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രികാലം ഇവരോട് തട്ടിച്ചു നോക്കി നമുക്കും പറയാം, യെസ്, എൻ്റെ ദൈവം എന്നെ നാളെ നടത്താൻ മതിയായവനാ. ഞാൻ ഈ പറഞ്ഞത് ഒരു എക്സ്റ്റൻറ്റിലേക്ക് മാത്രമല്ല, മിറക്കിൾ ചെയ്ത് എന്നെ നടത്താൻ പറ്റുന്ന ദൈവമാണ്. എനിക്ക് ശക്തി പകർന്നു തന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റുന്ന ദൈവമാണ്. ഇല്ല, അവൻ വാക്ക് പറഞ്ഞവൻ അവസാനത്തോളം കൂടെയുള്ളവനാ. അവൻ എന്നെ കൊണ്ടുവന്ന് മറുകര എത്തിക്കും. ഞാൻ ക്രിസ്തുവിൽ ജയാളിയായി നിൽക്കും എന്ന് നമുക്ക് ഉറപ്പോടെ പറയുവാൻ തക്കുന്നവനായിരിക്കണം ദൈവമകന്. നിരാധികാരം പറയാം, അതാണ് നമ്മുടെ വിശ്വാസം. ഇവരോട് നോക്കിയിട്ട് പറയാ. എന്നിട്ട് അടുത്ത ചോദ്യവും ഉത്തരം, രണ്ടാമത്തെ ചോദ്യം നമ്മൾ കാണുന്ന 17-ാം വാക്യത്തിലാണ്. 17-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കുന്നത്, 40 ആണ്ട് അവരോട് ക്രുദ്ധിച്ചു. ആരോടാ? അതിൻ്റെ മലയാളത്തിൽ ഇരിക്കുന്ന അടുത്ത ചോദ്യം, അതിന് ഉത്തരവും അത് ചോദ്യം, പാപം ചെയ്തവരോടല്ലേ. പക്ഷെ അത് ഇംഗ്ലീഷ് വായിച്ചാൽ ആ ചോദ്യം അങ്ങനല്ല. ഇങ്ങനെ 17-ാം വാക്യം വായിക്കുന്നത്, ആൻഡ് വിത്ത് ഹും വാസ് ഹി ഡിസ്പ്ലീസ്ഡ് 40 years? Was it not with them that sinned, whose bodies fell in the wilderness? മലയാളത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, പാപം ചെയ്ത് ശവശരീരങ്ങൾ മരുഭൂമിയിൽ വീണുപോയവരോടല്ലയോ അവൻ 40 വർഷം ക്രുദ്ധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അവിശ്വാസത്തിന്റെ പരിണത ഫലമായിട്ട് അവരുടെ വിൽഡർനെസ് അവരുടെ ഗ്രേവ് യാർഡായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ മരുഭൂമി, അവർക്ക് എയർ കണ്ടീഷൻ പോലെ കൊടുത്ത മരുഭൂമി അവരുടെ ശവപ്പറമ്പായിട്ട് മാറുവാനിടയായി. 40 ആണ്ട് കർത്താവിനോട് അവിശ്വസിച്ചു പോയ ജനം. ഒന്നുകൂടെ ഞാൻ പറയാം, ഹൃദയം നമ്മൾ പുറകോട്ട് ചിന്തിക്കാൻ വേണ്ടി അവർക്ക് ദൈവത്തിന്റെ ആത്മാ അവസാനമായിട്ട് കൺക്ലൂഷൻ കൊടുത്ത് ചിന്ത കൊടുക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പറയാം, നമ്മളും ദൈവം നൽകിയ പ്രോമിസസ്, നമുക്കൊരു റെസ്റ്റ് ഉണ്ട്. നമ്മൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ടവരാ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ടവരാ. എന്നാൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിശ്വസിച്ച് കഴിയുമ്പോൾ പലരും പരാജയപ്പെട്ട് സ്വസ്ഥതയില്ലാതെ അസ്വസ്ഥരായി നഷ്ടപ്പെട്ട് ക്രിസ്തീയ ജീവിതം വിലയില്ലാത്തവരായിട്ട് തീരുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇനി സമയം തീരാറായല്ലോ. അടുത്ത ഞാൻ പെട്ടെന്ന് വിഷയത്തിൽ കിടക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ വായിക്കും. മൂന്നാമത്തെ ചോദ്യം വായിക്കുന്നത് 18-ാം വാക്യത്തിലാണ്. അവിടെയും ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിനോട് ഉത്തരവുമായിട്ടും ചോദ്യം പറയുകയാണ്. അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 2-ാം ഭാഗത്ത്, മലയാളത്തിൽ 2-ാം ഭാഗത്ത്, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടെ ആവുന്നു. അത് നമ്മുടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് 2 ചോദ്യമായിട്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ആ 18-ാം വാക്യം വായിക്കുന്നത്, whom swear he that they should not enter into his rest? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ആരോടാണ് പറഞ്ഞത്? അടുത്ത ചോദ്യം ഇങ്ങനെ, but to them that were disobedient. അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അടുത്ത ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരവും ചോദ്യമായിട്ട് തന്നെ പറയുക, അനുസരണം കെട്ടവരോടല്ലാതെ. എന്ന് ഞാൻ പറയാം, ഈ പറഞ്ഞ ചുരുക്കം ഞാൻ പറയട്ടെ, നമുക്കും ഒരു സ്വസ്ഥത. അടുത്ത 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന സ്വസ്ഥതയെ പറ്റി പറയുക. ദൈവമക്കൾ അനുഭവിക്കേണ്ട സ്വസ്ഥത നമുക്ക് ദൈവം ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കള് കനാൻ നാട്ടിലൊരു സ്വസ്ഥത ദൈവം പറഞ്ഞെങ്കിലും അവരുടെ പോകുന്ന വഴിയിലും ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ സ്വസ്ഥത അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും ഇന്ന് സ്വർഗരാജ്യം പോകാൻ വേണ്ടി ഇരിക്കുക. സ്വർഗരാജ്യത്തിൽ പോയി സ്വസ്ഥത അനുഭവിക്കാൻ. ഞാൻ പറയാം, കണ്ണുനീരെല്ലാം മാറി, പ്രശ്നം മാറി. ഞാൻ പറയാം, നമുക്കിവിടെ സ്വസ്ഥത അനുഭവിക്കാൻ ആണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ പീസും ദൈവത്തിന്റെ എല്ലാം മനസ്സിലാക്കി ഇവിടെ തന്നെ നമ്മൾ ആ സ്വസ്ഥത അനുഭവിച്ച് നമ്മുടെ നിത്യതയിൽ ആ സ്വസ്ഥതയിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്ന ജീവിതമാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അത് ലഭിക്കാതിരുന്നു പോയി ഇന്ന് ഇരിക്കാൻ നിങ്ങൾ ഭയപ്പെടുവിൻ. നമ്മൾ 4-ാം അധ്യായത്തിൽ അടുത്ത ക്ലാസ്സിൽ നമ്മളത് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷനായിട്ട് അവരോട് 19-ാം വാക്യത്തിൽ പറയാം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 19-ാം വാക്യത്തിൽ ഈ 3 പെയർ ഓഫ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, 18-ാം വാക്യത്തിൽ പറയുന്നത് അനുസരണം കെട്ടവരെന്ന. 19-ാം വാക്യത്തിൽ പറയുമ്പോൾ അതിന്റെ കൺക്ലൂഷൻ എന്തോ? അവിടെ അവിശ്വാസ നിമിത്തം പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. കാര്യം എന്ന് അറിയാവോ? അനുസരണക്കേടെന്ന് പറയുന്നത്, ആക്ഷൻ എന്ന് പറയുന്നത് അത് അവരുടെ അവിശ്വാസത്തിന്റെ ഫ്രൂട്ടാണ്, അതിന്റെ പരിണിത ഫലമാണ്. പലപ്പോഴും നമ്മൾ ഒരുവൻ അവിശ്വാസിയാണോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല.
നമുക്ക് തോന്നുന്നത് മീറ്റിങ്ങിന് വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അവൻ്റെ അവിശ്വാസത്തിന്റെ ഫലം അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? അവൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ അനുസരണക്കേടിലേക്ക് ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവന് അവിശ്വാസിയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ താൻ കൺകൂടിയത് എങ്ങനെയാണ്? ഇന്ന് രാത്രികാലവും നമുക്ക് വചനത്തിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. നമ്മൾ കേട്ടതുപോലെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ, നമ്മൾ കേട്ടതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടും പറയുവാനുള്ളത്, നമുക്കൊരു പ്രോമിസ് ദൈവത്തിൻ്റെ ഉണ്ട്. തുടക്കം നല്ലതായിരുന്നു, ഒടുക്കവും നല്ലതാകണം. നമ്മൾ കേട്ടതുപോലെ 3 നിലയിൽ നമുക്ക് സൊല്യൂഷൻ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ കൂടി എടുത്തു നമ്മൾ പറയുക, അനുസരണക്കേട് നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ സാധിച്ചില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം, അത് അവരുടെ അവിശ്വാസമായിരുന്നു. നമ്മളോടും പറയുക, നമ്മളും അവിശ്വാസത്തിൽ വീണു പോകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉറപ്പോടെ കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പീസ്, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മളെ മുഴുവനായി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഈ എബ്രായ സഭയുടെ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു പീസ് അനുഭവിക്കാം. നിങ്ങൾ നഷ്ടം, സമ്പത്തിന്റെ നഷ്ടവും ഇതൊക്കെ നടക്കുമ്പോൾ അതിനപ്പുറത്തായിട്ട് അവരെ പുലർത്തുന്ന ഒരു ദൈവത്തെ പറ്റിയുള്ള ബോധ്യം അവിടെ ഹൃദയങ്ങളിലേക്ക് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ ഇടയാക്കി. നമുക്കും നമ്മളെ തന്നെ ദൈവങ്ങളെ ഏൽപ്പിക്കാം.